പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ മൂന്നാം പിണറായി സർക്കാരിനെ ജയിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വല്ല കാരണവും വേണം. ഓർമ്മയുണ്ടാ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അരമണിക്കൂർ കൊതുകടിയും കൊണ്ട് പുറത്തിരുന്നേച്ച്? എടാ അന്തങ്കമ്മി, നീയേ 1 നേഷൻ 1 ഗ്രിഡ് 1 ഫ്രീക്വൻസി എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണ്? സംഘികളുടെ പുതിയ വല്ല പരിപാടി ആയിരിക്കും അല്ലേ? അതൊന്നും കേരളത്തിൽ നടപ്പാക്കൂല. സംഘികളുടെ പുതിയ പരിപാടിയല്ല, വളരെ പഴയതാ. ഏകദേശം 10 വർഷം പഴക്കമുണ്ട്. മുമ്പ് ഈ ഇന്ത്യയിൽ 5 പവർ ഗ്രിഡുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സദേൺ ഗ്രിഡ് എന്ന് പറയുന്നത്, അതായത് കേരളത്തിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കുന്നത്, അത് ഭയങ്കര ഒറ്റപ്പെട്ടതായിരുന്നു. അതിനെ നാഷണൽ ഗ്രിഡുമായിട്ട് 2013 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ബന്ധിപ്പിച്ചതോടെയാണ് നീ നേരത്തെ തള്ളിയ ആ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ അത് ഈ കേരളത്തിൽ സാധ്യമായത്. ഓ പിന്നെ, അപ്പൊ നമ്മൾ കേരളം ഉണ്ടാക്കണ കറണ്ടൊക്കെ അങ്ങോട്ട് ആവിയായി പോണേണല്ലോ. കേരളം ഇന്ന് ഉപയോഗിക്കുന്നതിൽ 75% വൈദ്യുതി വരുന്നത് ഈ നാഷണൽ ഗ്രിഡിൽ നിന്നാണ്. നമ്മളിവിടെ നീ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നുണ്ട് 5700 MU മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉപഭോഗം എത്രയാണെന്നറിയാമോ? 24,900 MU. ഇനി അത് തിരിച്ചെടുക്കാനേ സൗകര്യമില്ല. ഞങ്ങളൊക്കെ കുറെ സമരം ചെയ്തിട്ടാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ വന്നത്. സമരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നീയൊക്കെ പണ്ട് സമരം ചെയ്ത് പൂട്ടിക്കാൻ ശ്രമിച്ച കൂടകുളം ആണവനിലയില്ലേ, അതിപ്പോ ഈ നാഷണൽ ഗ്രിഡിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ നിങ്ങളുടെ വിജയിക്കാതെ പോയത് കൊണ്ട് കൂടിയാണ് കേരളത്തിന് കറണ്ട് കട്ടില്ലാത്ത 10 വർഷം ലഭ്യമായത്. ഇതൊന്നും പോരാതെ കേന്ദ്രത്തിന്റെ ഉദയ് പദ്ധതി, പിന്നെ ട്രാൻസ്മിഷൻ ലൈനുകളുടെ നവീകരണം, അങ്ങനെ പല കാര്യങ്ങളും ഈ കറണ്ട് കട്ടില്ലാത്ത 10 വർഷത്തിന്റെ പിറകിലുണ്ട്. ഒരു ഉളുപ്പില്ലാണ്ട് കറണ്ട് ബില്ലിന്റെ ഫ്രണ്ടിൽ പവർ കട്ടില്ലാത്ത 10 വർഷം, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് എന്ന് പറയാനായിട്ടുള്ള തൊലിക്കട്ടില്ലായ്മ നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുള്ളൂ അന്തംഗമ്മികളെ. ഉദയ നാഷണൽ ഗ്രിഡാ? അതൊക്കെ വെറുതെ ആരോപണം ആയിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ലാൽസല